ദശകം 27. സമ്പാതി ദർശനം. സീതാന്വേഷണത്തിന് ദക്ഷിണ ദിശയിലേക്ക് യാത്രയായവരിൽ ഹനുമാനെ അരികിൽ വിളിച്ച് ശ്രീരാമൻ അടയാളവാക്കും മുദ്രാമോതിരവും നൽകി അനുഗ്രഹിച്ചു. ദക്ഷിണ ദിക്കിലേക്ക് പോയ വാനരന്മാർ യാത്ര ചെയ്ത് തളർന്ന് ഒരു ഗുഹയിൽ പ്രവേശിച്ച് സ്വയംപ്രഭ എന്ന തപസ്വിനിയുടെ ആതിഥ്യം സ്വീകരിച്ച് സമുദ്രതീരത്തെത്തി. സീതയെ കാണാതെ തിരിച്ചു ചെന്നാൽ സുഗ്രീവന്റെ കോപത്തിനിരയാകുമെന്ന ഭീതിയോടെ മരണം വരിക്കാനായി സമുദ്രതീരത്ത് കിടന്ന അവർ രാമകഥ പറയുവാൻ തുടങ്ങി. രാമകഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമ്പാതി എന്ന പക്ഷിക്ക് പണ്ട് കരിഞ്ഞുപോയ ചിറകുകൾ പുനർജനിച്ചു. അനിശ്ചയാദപഹൃതഹാരകസ്ഥിതേ അനുജ്ഞയാ തവ ഹരിരാടധാഹിനോത് ചതുർദിശം പ്ലവഗഭടാൻ ബലോദ്ഭടാൻ വിനിർദിശൻ പിതൃദിനതോ നിവർത്തനം പൃഥക് കവീൻ ദിശി ദിശി ലക്ഷശോ നിജേ പദദ്വയേ വിഹിതനതീനപാംഗയൻ മരുൽസുതം ജിഗമിഷുമാഹ്വയൻ മിഥ ശ്രവസ്യമും കിമപി ഹൃദി സ്ഥമൂചിത അഭിജ്ഞയാ ഹൃദി മണിമുദ്രയാ ശിരസ്യഭിജ്ഞയാ ദൃശി ഹൃദി വാചി ഗുപ്തയാ നിബദ്ധയാ കൃതനതിരുദ്യമീ കൃതപ്രദക്ഷിണോ ദിശമഗമത്സദക്ഷിണാം വിചിന്വതാം ദിശി ദിശി ജാനകീം ജവാദുദന്വതാം തടനികടാൻ നിവർത്തിനാം അധന്യതാം മുഖമവദധ്വനൗകസാമതന്വതാമവധിദിനവ്യതിക്രമം അവാഗ്ദിശി ത്വചകിതമംഗദാഞ്ജനാ ഭവാഗ്നിജദ്രുഹിണസുതാദയോ ഗതാ ജവാദ്വനേ വിശസിതദുഷ്ടരാക്ഷസാ ജലാർത്ഥിനോ ബിലമവിശൻ വിഭൂതിമത് സ്വയം പ്രപാമിവ വിശതാം സതൃക്ഷുധാം സ്വയം പ്രഭാമയദയിതാ സഖീവ്യധാത് സ്വയം ഭൃതാമപചിതിമുച്ഛിതക്ലമാ വിളംബിതാ കഥമപി തേ ഗതാ ബഹിഃ കപീശ്വര പ്രഗതിതകാലലംഘനാദനീശ്വരാസ്തദുപഗതാവമീ പുനഃ അനീക്ഷിതക്ഷിതിതനയാഭിയാവരം വനീക്ഷിതാവനശനമേവ മേനിരേ അവാങ്മുഖപ്രണിഹിതദർഭശായിനോ ഭവാർണവപ്രശമകരീം ഭവത്കഥാം അവാദിഷു സരസമസൂഞ്ജിഹാംസവ ശിവാവഹം തവ രഘുനാഥനാമ ച ജടായുഷോ ഗിരികുഹരസ്ഥിതോഗ്രജ സ്ഫുടാക്ഷരം തവ ചരിതാനി ഗായതാം വനൗകസാം സഹജവധം ശ്രുതം മുഖാത് ഭണാഭൃതാം വിഷമിവ മന്യതേ സ്മ സഃ തദർത്ഥിതസ്തമനുജഗാദജാംബവാൻ ഭവത്കഥാരഹസി ഭവിഷ്യതീരപി സദൽക്ഷണാത് സമജനിപക്ഷവാൻ ഖഗ സമേരുജം ജഹി ജയസംഗമേശ്വരാ.